ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് രാത്രി കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 11-ാം വാക്യം, സങ്കീർത്തനം 16:11 നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. സങ്കീർത്തനങ്ങൾ 16:11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ജീവിതത്തിന് ആവശ്യമായ പുതിയ വഴികൾ, പുതിയ വാതിലുകൾ, പുതിയ നന്മകൾ, അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ തുറക്കപ്പെട്ട നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും ശത്രുവായ സാത്താൻ അടച്ചു കളഞ്ഞപ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത, ഇതുവരെ ലഭിക്കാത്ത ചില നന്മകളും ദൈവിക വാഗ്ദത്തങ്ങളാലും അനുഗ്രഹങ്ങളാലും എന്നെയും നിങ്ങളെയും നിറയ്ക്കുന്ന ഒരു സർവശക്തനായ അത്ഭുതത്തിന്റെ ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ ദൈവം ആരാണ്? വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എടുത്ത് വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം തുടങ്ങി ഒന്ന് വായിച്ചാൽ, വെളിപ്പാട് 3:7 മുതലുള്ള വചനങ്ങൾ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. ഇവിടെ കാണുന്നു, ഫിലദൽഫിയയുടെ സഭയുടെ ദൂതന് എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി. ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി അവനെ കേൾക്കുന്ന ദൈവജനമേ, സ്തോത്രം, നമ്മുടെ ദൈവം വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ സ്തോത്രം 7 സഭകൾക്കുള്ളതായിരിക്കുന്ന ദൂതുകൾ 2-3 അധ്യായങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, രാവിലെ സമയം നാം ഇപ്രകാരം കേട്ടു. സ്തോത്രം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. രാത്രി എത്ര പേർ ആ വചനം കേട്ടു? കരമുയർത്തി നിങ്ങളുടെ തലയിൽ കൈവച്ചൊക്കെ നിങ്ങൾ പറഞ്ഞ ഒരു വചനമാണ്. ഞാനും അത് കേട്ടു. ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയോട് ചില ദൂതുകൾ കൈമാറുകയാണ്. ഒരു സഭയോടല്ല, 7 സഭകളോട് ദൂതുകൾ കൈമാറുമ്പോൾ സ്തോത്രം, ഇവിടെ കാണുന്നു ഫിലദൽഫിയ എന്ന് പറയുന്ന സഭയോട് ദൈവം ചിലത് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ ഫിലെ എന്ന ഒരു വാക്കിൽ നിന്നാണ് ഫിലദൽഫിയ ഉണ്ടായത്. ഫിലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹം എന്നാണ്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന സ്നേഹത്തെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കുടുംബ സ്നേഹത്തെ കാണിക്കുന്നു. യൂറോസ് എന്ന് പറഞ്ഞാൽ ലോക സ്നേഹത്തെ കാണിക്കുന്നു. അഗപ്പേ എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തെ കാണിക്കുന്നു. ഫിലെ എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹത്തെ കാണിക്കുന്നു. ഇന്ന് രാത്രി സ്തോത്രം, ദൈവ സഭയുടെ ഉള്ളിലേക്ക് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ രാത്രി എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉളവാകേണ്ടത് ലോകത്തിന്റെ സ്നേഹമല്ല. ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം. അങ്ങനെയെങ്കിൽ ലോക സ്നേഹം മാറിയിട്ട് എന്നിലും നിങ്ങളിലും ഇന്ന് രാത്രി നിറയപ്പെടേണ്ടത് അഗപ്പൈ ദൈവ സ്നേഹം. ഇന്ന് രാത്രി ദൈവ സ്നേഹത്തിൽ നിറയപ്പെടുന്നതായിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ഇന്ന് രാത്രി
സ്തോത്രം. അവൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ ഒരു വചനം കാണുന്നുണ്ട്. അവൻ ഭാഷയിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദൈവം തനിക്ക് ഉള്ളവരെ അവൻ തെരഞ്ഞെടുത്തിട്ട് അവരെ രാജാവും പുരോഹിത വർഗവുമാക്കി ദൈവം മാറ്റിയെങ്കിൽ അവൻ ഇന്ന് രാത്രി അവൻ ഇവിടെ നമ്മൾ ഒന്നിച്ച് അവൻ ദൈവജനമാകുന്ന അവൻ നമ്മൾ ഒന്നിച്ചു കൂടി വന്നിരിക്കുന്നത് ഭാഷയിൽ നിന്ന് ഗോത്രങ്ങളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് വിവിധ മത അടിസ്ഥാനങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അവന്റെ രക്തം നിനക്കും എനിക്കും വേണ്ടി ഒഴുകി അവൻ ആ യേശുവിന്റെ രക്തത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിരിക്കുന്നെങ്കിൽ സ്തോത്രം. ഒരു അപ്പന്റെ അംശികളാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു വിഭിന്നതയില്ല. ഒരു അപ്പന്റെ അംശികളാണ്. നമ്മുടെ കാൽവരി ക്രൂശിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി അവസാന തുള്ളി രക്തം വരെ കാൽവരയിൽ ഒഴുക്കിയെങ്കിൽ അവൻ മനസ്സിലാക്കണം. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവൻ നമ്മുടെ മനസ്സാക്ഷിയിലെ എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വചനമാണ് ഞാൻ പറയുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവൻ എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളതായിരിക്കുന്ന മനസ്സാക്ഷിയിൽ അവൻ നിർജീവ പ്രവർത്തികളെ പോക്കി അവൻ ശുദ്ധീകരിച്ച് അവൻ ഹൃദയത്തെ അവൻ കർത്താവിന് വേണ്ടി അവൻ സത്യ ദൈവത്തെ ആരാധിപ്പാൻ ഒരുക്കിയ യേശുവിന്റെ രക്തത്തിന്റെ വലിയൊരു വില എന്നിലും നിങ്ങളിലും കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ അവൻ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാ. അവൻ ഒരു കാര്യം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. ഒരു പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. അവൻ ഒരു ബന്ധനങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു രോഗങ്ങൾക്ക് നിന്റെ മേൽ അവൻ ആഴമായി നിലനിൽപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ കാൽവരിയിൽ അവൻ നിനക്ക് വേണ്ടി യാഗമായി തീർന്നെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അടുത്ത വചനം പറയുന്നു, അവന്റെ അടിപ്പടലുകളാൽ എനിക്കും നിങ്ങൾക്കും സൗഖ്യം വന്നിരിക്കുന്നു. രാത്രി ഒരു കാര്യം ഞാൻ പറയട്ടെ. രണ്ടു തരത്തിലുള്ള ഹീലിംഗ് നടക്കും. ഒന്ന്, നിന്റെ പുറമേയുള്ള മനുഷ്യനിൽ ഒരു വിടുതൽ നടക്കും. രണ്ട്, നിങ്ങളുടെ ആന്തരിക മനുഷ്യനിൽ ഒരു വിടുതൽ നടക്കും. പുറമേയുള്ള മനുഷ്യന്റെ രോഗം വന്നാൽ അവന് ഡോക്ടറിന്റെ അടുക്കൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടോ ഒക്കെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തെടുക്കുവാനൊക്കെ കഴിയും. പിന്നെ അവർ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ അവസാനം പറയുന്ന വാക്ക്, നിങ്ങൾ ദൈവത്തോടങ്ങ് പ്രാർത്ഥിച്ചു. എന്നാൽ അകമേയും പുറമേയും നിലനിൽക്കുന്നതായിരിക്കുന്ന രോഗത്തിന്റെ ശക്തികളെ ബന്ധനങ്ങളെ തകർക്കുവാൻ അധികാരമുള്ള ഒരു സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ ആന്തരിക മനുഷ്യനിൽ ഒരു ആത്മാവിന്റെ വലിയൊരു പ്രവൃത്തി ആരംഭിക്കപ്പെടാൻ പോകുകയാണ്. വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ട് യെശയ്യാ 58-ന്റെ 6-ാം വാക്യം തുടങ്ങി പെട്ടെന്ന് വായിച്ചേ. ആമേൻ. ഹല്ലേലൂയ. യെശയ്യാ 58-ന്റെ 6 മുതലുള്ള വചനങ്ങൾ. അന്യായ ബന്ധനങ്ങളെ കാണുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. വചനത്തിൽ കാണുന്നു, അപ്പോൾ നിന്റെ ഉഷസ്
അവൻ നിന്റെ വെളിച്ചം ഉഷസ് പോലെ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ ഇവിടെ കാണുന്നു, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. കണ്ടോ ദൈവജനമേ, അവൻ നിന്റെ ആന്തരിക മുറിവുകൾക്ക്, നിന്റെ പുറമേയുള്ള മുറിവുകൾക്ക് അവൻ ദൈവം ഒരു വിടുതലയക്കാൻ പോവുകയാണ്. അവൻ ഇന്ന് രാത്രി ചില പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരിനകത്തുണ്ട്. അവൻ കുടുംബപരമായി ചില വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുന്നു. അവൻ ചില ബന്ധങ്ങൾ അടുക്കുവാൻ കഴിയാതെ വണ്ണം അവൻ ശത്രു അകറ്റി നിർത്തിയിരിക്കുന്ന, അവൻ കുടുംബ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന, അവൻ ചില ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത കര വേഗത്തിൽ വെളിപ്പെടുത്തി അവൻ ഒരു മാന്യതയോടെ, ഒരു ദൈവ പ്രവൃത്തിയോടെ നിന്റെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയം നിന്റെ മുമ്പിൽ ആഗതമായി കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി മുറിവുകൾക്ക്, അവൻ ആന്തരിക മുറിവുകളിൽ ചില വിടുതലുകൾ നടക്കുന്ന ഒരു രാത്രികാലമാണ്. അമേരിക്കയിൽ അവൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് വെറുതെ അല്ലെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ചില ദൈവ പ്രവൃത്തികൾ വേഗത്തിൽ നിങ്ങളിൽ ആരംഭിക്കപ്പെടും. വചനത്തിൽ നമുക്ക് വചനത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം നമ്മള് സ്തോത്രം വെളിപ്പാട് പുസ്തകം 3:7 നമ്മൾ കണ്ടു. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതനെ എഴുതുക. ഫില എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹ, സഹോദര സ്നേഹത്താൽ നിറയപ്പെട്ടതായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം, ഒരു ചർച്ച്. സ്തോത്രം ദൈവം ഒരു കാര്യം ചെയ്യുന്നു. ആ സഭയോട് ദൈവം ചിലത് സംസാരിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ഒരു സഹോദര സ്നേഹത്തിൽ, ഐക്യതയുടെ മനോഭാവത്തിൽ, സ്നേഹത്തിന്റെ മനോഭാവത്തിൽ ആണ് ഞാനും നിങ്ങളും ഈ രാത്രി ആയിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളോട് ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് നിങ്ങളോട് ചിലത് ഇടപെടാനുണ്ട്. ദൈവ ശബ്ദം നിങ്ങൾ കേൾക്കാതെ ഇരിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൾ നിങ്ങൾ അനുഭവിക്കപ്പെടാതെ ഇരിക്കത്തില്ല. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആരും നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ടില്ലെങ്കിൽ, ആരും നിങ്ങളുടെ അടുക്കൽ വന്ന് ദൂത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അവൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അടുക്കൽ കടന്നു വന്ന് നിന്നെ തലോടുന്ന, നിന്നെ സൗഖ്യമാക്കുന്ന, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഈ രാത്രി നിന്റെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ദൂതായി വിളിച്ചു പറയുകയാണ്. ഒറ്റക്കെട്ടായി ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ നിന്നാൽ അവരുടെ നടുവിൽ ചില ദൈവ പ്രവർത്തികൾ നടക്കും. ബൈബിളിൽ ഒരു ചെറിയ സങ്കീർത്തനമുണ്ട്, 133 സങ്കീർത്തനം. സ്തോത്രം വെറും 3 വാക്യങ്ങൾ മാത്രമുണ്ട്. ഒന്ന് വായിച്ചേ സ്തോത്രം. അതിൽ ചില കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. 133 സങ്കീർത്തനങ്ങൾ 133. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ഇവിടെ കാണുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക്, അത് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ, അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ
അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി അവൻ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ആമേൻ, സ്തോത്രം. ദൈവത്തിൽ നിന്ന് ശാശ്വതമായിരിക്കുന്ന അവൻ ഒരു അനുഗ്രഹവും അവൻ ഒരു ജീവനും പ്രാപിക്കണമെങ്കിൽ ഒരു ഐക്യതയുടെ മനോഭാവം ഉണ്ടാകണം. അവൻ വചനത്തിൽ കാണുന്നു സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, ഒത്തൊരുമിച്ചായിരിക്കുന്നത്. തമ്മിൽ സ്തോത്രം വഴക്കുള്ളിടത്ത്, ശുദ്രതയുള്ളിടത്ത്, പ്രശ്നമുള്ളിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല. ഐക്യതയോടുകൂടെ അപ്പനും മക്കളും എന്ന നിലയിൽ സ്തോത്രം സഹോദരനും സഹോദരിയും എന്ന നിലയിൽ ദൈവത്തിന്റെ ജനം ഒറ്റക്കെട്ടായി ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ അവിടെയാണ് സ്തോത്രം അനുഗ്രഹവും ശാശ്വതമായ ജീവനും വ്യാപരിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ജീവനുള്ള ആരാധന എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. റോമലേഖനം 12-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ഓടിച്ചു പറയാം സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അടുത്ത വചനം പറയുന്നു, നിങ്ങൾ ജീവനുള്ള ആരാധനക്കാരായി. ജീവനില്ലാത്തൊരു ആരാധന ദൈവത്തിന് വേണ്ട. ഇന്ന് രാത്രി സ്തോത്രം നിന്റെ ഉള്ളിൽ ഒരു ആത്മീക ജീവൻ വ്യാപരിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ആരാധനയും വ്യാപരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് ഐക്യതയിൽ നിറഞ്ഞുള്ള ഒരു ആരാധനയാണ്. അവൻ ആത്മാവിലും സത്യത്തിലുമുള്ള ഒരു ആരാധനയാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഐക്യതയോടെ നിൽക്കുന്ന ഫിലദൽഫിയ സഭ അവർ ഐക്യതയോടെ ഒറ്റക്കെട്ടായി ദൈവസന്നിധിയിൽ നിലനിൽക്കുമ്പോൾ വെളിപ്പാട് 3:7 നാം ഇപ്രകാരം കണ്ടു. ഫിലദൽഫിയ സഭയുടെ ദൂതനെ എഴുതുക. അടുത്ത വചനം പറയുന്നു, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവം അവൻ വിശുദ്ധനായ ദൈവമാണ്. ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇന്ന് രാത്രി അവൻ വിശുദ്ധ ജീവിതത്തിലുണ്ട്. അവൻ വിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയും. 2, അവൻ ഇവിടെ കാണുന്നു സത്യവാനായ ദൈവം ഒരു കാര്യം ഇന്ന് രാത്രി അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ 100% അത് ശരിയായിരിക്കും. ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് അവൻ ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. ഈ ലോകത്തിൽ അവൻ പലരും പല വാഗ്ദത്തങ്ങളും എനിക്കും നിങ്ങൾക്കും നൽകി തരാറുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം, ആ വാഗ്ദത്തങ്ങൾ എല്ലാം തന്നെ അവര് പറയും. പക്ഷേ അവർക്ക് ചെയ്യുവാൻ സാധിക്കാതെ വരുമ്പോൾ എന്തെങ്കിലും എക്സ്ക്യൂസ് അവര് പറയും. പക്ഷേ ഒരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, ദൈവം നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. സംഖ്യാപുസ്തകത്തിൽ 30-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് എടുത്ത് വായിക്കാം. സംഖ്യാപുസ്തകം 30:26.
സംഖ്യാപുസ്തകം ആമേൻ ഹല്ലേലൂയ 30:26. ആമേൻ ഹല്ലേലൂയ സംഖ്യാപുസ്തകം 30:16. ആമേൻ സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലാണ്. ആരാധന ആരാധന യാഹവേ ദൈവത്തിൻ ആരാധന അവൻ വചനം ഇങ്ങനെയാണ്. അവൻ യഹോവയായ ദൈവം ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അവൻ ഓരോന്നും നിഷ്ഫലമാകാതെ സകലതും നിവർത്തിയായി എന്ന് അവൻ അവിടെ ഒരു വചനം പറയുന്നുണ്ട്. ഇന്ന് രാത്രി അവൻ ദൈവം എന്നോടും നിങ്ങളോടും അവൻ അരുളി ചെയ്യുന്നതായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവൻ ഒന്നും അവൻ നിഷ്ഫലമാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ അതിന് ദൈവം അവൻ നിവർത്തീകരിക്കും. അവൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ അവൻ ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്. അവൻ സ്തോത്രം ദൈവം അവൻ കാരണം ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോഴും ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ദൈവം സത്യം മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവൻ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതങ്ങനെ തന്നെ സംഭവിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ നമ്മുടെ ദൈവം അവൻ സത്യവാനായ ദൈവമാണ്. അവൻ കർത്താവ് പറയുന്നത് അവൻ ജീവിതത്തിൽ നടന്നിലേക്ക് അവൻ ഒന്ന് ദൈവം അവൻ വിശുദ്ധൻ, രണ്ട് ദൈവം സത്യവാൻ, അവൻ മൂന്നാമതായി അവൻ സ്തോത്രം അവിടെ താഴത്തോട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവൻ അവിടെ ഇങ്ങനെ കാണുന്നു. ഒന്ന് വായിച്ച് വിശുദ്ധനും സത്യവാനും ആരുമടയ്ക്കാതവണ്ണം തുറക്കുകയോ അവൻ ഇന്ന് രാത്രി അവൻ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവമുണ്ടല്ലോ അവൻ ദാവീദിന്റെ താക്കോലുള്ളവനാണ്. അവൻ ഈ താക്കോലിന് പ്രത്യേകതയുണ്ട്. സാധാരണ ലോകത്തിൽ കാണുന്ന സകലവിധ താക്കോലുകൾ അവൻ ഒന്ന് ഉപയോഗിച്ച് ഒരെണ്ണം മാത്രം തുറക്കുവാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ പറ്റുമ്പോൾ അവൻ ഇന്ന് രാത്രി അവൻ സ്തോത്രം സകല വാതിലുകൾ നിന്റെ ജീവിതത്തിൽ പിശാച് അടച്ചു വെച്ചത് അവൻ നന്മയുടെ അനുഗ്രഹത്തിന്റെ അവൻ വാഗ്ദത്തങ്ങളുടെ വിടുതലിന്റെ അവൻ വാതിലുകളുണ്ടല്ലോ അത് പിശാച് ഇങ്ങനെ അടച്ചു വെച്ചത് അവൻ ഇതൊരിക്കലും തുറക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ നീ ഒരിക്കലും വിടുതൽ പ്രാപിക്കത്തില്ലെന്ന് പിശാച് നിന്നെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു ആമേൻ സ്തോത്രം പിശാച് അടച്ചതിനെ എല്ലാം ആമേൻ സ്തോത്രം സകലത്തെയും അത് തുറക്കും. അവൻ ഇന്ന് രാത്രി അവൻ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അവൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും പത്രോസിന്റെയും മുമ്പിൽ അവൻ സ്തോത്രം അവൻ ഒന്നല്ല അനവധി വാതിലുകൾ അടയപ്പെട്ടിരുന്നു. അവൻ അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അവൻ സ്തോത്രം പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് അവനോട് പറഞ്ഞു നീ എഴുന്നേക്ക് അവൻ സ്വർഗ്ഗത്തിന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അവൻ അങ്ങനെ അവൻ സ്തോത്രം അവന് നടന്നു പോകുമ്പോൾ ഒന്നാം വാതിലും അവൻ രണ്ടാമത്തെ കാവലും അവൻ മൂന്നാമത്തെ വാതിലും കടന്നിട്ട് അവൻ പിന്നെ ഒരു ഇരുമ്പ് വാതിലുണ്ട്. അവൻ സ്തോത്രം മൂന്ന് വാതിലുകൾ അവൻ ശത്രു ഇങ്ങനെ ഒരേപോലെ അടച്ചു വെച്ചിരിക്കുക. പക്ഷേ അവൻ ദൈവത്തിന്റെ ദൂതൻ അവൻ പത്രോസുമായി അവൻ മുമ്പോട്ട് ചലിക്കുമ്പോൾ അവൻ അടയപ്പെട്ട ഒന്നാം വാതിലും രണ്ടാം വാതിലും മൂന്നാം വാതിലും അവസാനമുള്ള ഇരുമ്പ് വാതിലും അവൻ എല്ലാം തുറക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതലേ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ അത്ഭുതകരമായ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അധികാരമുള്ള സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. അവൻ വചനത്തിൽ നാം കണ്ടു ദാവീദിന്റെ താക്കോലുള്ളവനായി. അവൻ അടുത്ത വചനം പറയുന്നു ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും. ഇന്ന് രാത്രി അവൻ ദൈവം തുറന്നിട്ടുണ്ടെങ്കിൽ അവൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു അവൻ സ്വതം പിന്നെ അതിനെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. മന്ത്രവാദികൾ മന്ത്രവാദം ചെയ്താലും അടയ്ക്കാൻ പറ്റത്തില്ല.
അവൻ അവർ പറയും അവൻ ഒരു തീ അവൻ അവിടെ കാണുകയാ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അവിടെ കാണുകയാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി വിശ്വസിച്ചോ, ചില വാതിലുകൾ ദൈവാത്മാവ് തുറക്കും. വിശ്വാസമുള്ളവർ രാത്രി ദൈവത്തെ വാതിലുകളെ തുറക്കുവാൻ വാതിലുകളെ തുറക്കുന്ന വലിയവനായ ഒരു ദൈവത്തെയാണ് വാതിലുകളെ തുറക്കുന്നത്. നന്മകളെ ജീവിതത്തിൽ ഒരുക്കുന്ന ഒരു ശക്തനായ അത്ഭുതമായ ദൈവത്തിന്റെ പിന്നാലെയാണ് ഞാനും നിങ്ങളും ഇന്ന് രാത്രിയായിരിക്കുന്നത്. അവൻ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആർക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറക്കുമെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വചനം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. അവൻ 45-ാമത്തെ അധ്യായം 1, 2, 3 അവൻ വചനങ്ങൾ അവൻ വായിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തി വായിച്ചാൽ ഏഷ്യ 45-ന്റെ 1 തുടങ്ങി. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. ഇവിടെ അവൻ യഹോവയായ ദൈവം അവൻ ഇപ്രകാരം അവൻ പറയുന്നു തന്റെ അഭിഷിക്തനായിരിക്കുന്ന കോരശിനോട്. സ്തോത്രം വാക്ക് അവൻ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവർ. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ കോരശ് എന്റെ ഇടയൻ, എന്റെ ഹിതമെല്ലാം അവൻ പ്രവർത്തിക്കുമെന്ന് കാണുന്നുണ്ട്. ഇന്ന് രാത്രി അവൻ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നിവർത്തിക്കുവാൻ അവൻ ആരൊക്കെ ഇന്ന് രാത്രി തയ്യാറാകും അവരുടെ മേൽ അവൻ ചില വിടുതലുകളുണ്ട്. അവരുടെ മുമ്പിൽ ചില വാതിലുകൾ ദൈവം തുറക്കും. അവരുടെ വചനത്തിൽ നാം കണ്ടു, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ അവിടെ കാണുന്നു, 1 ജാതികളെ കീഴടക്കുക, 2 രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുക. ചില ദേശാന്തര ശക്തികൾ, ദേശഭൂതികൾ, ചില അധികാര മണ്ഡലങ്ങൾ. സ്തോത്രം വചനത്തിൽ അവൻ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഭാഷകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ദുഷ്ടാത്മസേനയോട്, ദേശത്തിന്മേൽ അരകെട്ടി വാഴുന്ന ചില രാജാക്കന്മാരെ പോലെ അവൻ നിലനിൽക്കുന്ന അന്ധകാര ശക്തികളുടെ അരക്കച്ചകളെ അഴിക്കുവാൻ ഇന്ന് രാത്രി ചില ദൈവ പ്രവർത്തികൾ അവരിവിടെ നടക്കും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിൽ, നിങ്ങളുടെ കുടുംബ അന്തരീക്ഷങ്ങളിൽ, നിങ്ങൾ പാർക്കുന്നിടത്ത്, നിങ്ങൾ ആരാധിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത് ആധിപത്യങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിച്ചു മാറ്റി ആത്മാവിൽ ദൈവത്തിന്റെ സഭയുടെ
കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ. സ്തോത്രം. ഈ കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുമ്പോൾ അവൻ ദൈവത്തിന്റെ ആത്മാവിൽ അവൻ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. അവൻ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ വലങ്കൈ പിടിച്ച്, നിന്റെ വലങ്കൈ പിടിച്ച് അവൻ നിന്നെ അവൻ നടത്താൻ തുടങ്ങാൻ പോവുക. അവൻ സ്തോത്രം. അവൻ നിന്നെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവൻ ഇവിടെ വചനത്തിൽ കാണുന്നു, ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. അടുത്ത വചനം പെട്ടെന്ന് വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്, ഓ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും അവൻ ദുർഘടങ്ങളെ നിരപ്പാക്കും. അവൻ ഒന്ന് അവൻ ദൈവം വലങ്കരം പിടിക്കും. രണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് എന്റെ മുമ്പിൽ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന്? രാത്രി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. സമയം നമ്മുടെ മുമ്പിൽ അവൻ തീർന്നുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. ഈ കൺവെൻഷന്റെ സ്തോത്രം സ്തോത്രം അവൻ ഇന്ന് രാത്രി അവൻ ഇവിടെ അല്പസമയം കഴിയുമ്പോൾ അവസാനിക്കും. പക്ഷേ അവൻ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ നിന്റെ വലങ്കൈ അവൻ പിടിക്കുകയാ. സർവശക്തനായ ദൈവ ഇന്ന് രാത്രി നിന്റെ വലങ്കൈ പിടിക്കുകയാ. അവൻ ഇന്ന് രാത്രി നീ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ നീ ഒറ്റക്കല്ല നീ കടന്നു പോകാൻ പോകുന്നത്. അവൻ ഞാൻ നിനക്ക് മുമ്പായി ചെല്ല്. അവൻ ഇന്ന് രാത്രി യേശു നിന്റെ മുൻപായിട്ടുണ്ടെങ്കിൽ, സർവശക്തനായ അവൻ യഹോവയായ ദൈവം നിനക്ക് മുൻപായിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒന്നിനെയും നിനക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. ദൈവത്തിൽ കാണുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്. അടുത്ത വചനം ഇങ്ങനെയാ പറയുന്നത്, ദുർഘടങ്ങളെ നിരപ്പാക്കും. ചില ദുർഘടങ്ങൾ ഇന്ന് രാത്രി നിരപ്പാകുന്ന ചില പ്രതികൂലങ്ങൾ ഇന്ന് രാത്രി നിന്റെ വിട്ട് പുറത്തു പോകുന്ന ചില പ്രശ്നങ്ങൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന്, നിന്റെ കുടുംബ അന്തരീക്ഷങ്ങളിൽ നിന്ന്, നിന്റെ ആത്മീക മേഖലകളിൽ നിന്ന് വിട്ടു മാറുന്ന ഒരു രാത്രി കാലമാ. വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച്
ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു. അവൻ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. രാത്രി അവൻ ആഴമായ ഒരു വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടോ? അവൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുക. അവൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുക. അവൻ വീണ്ടും ദൈവാത്മാവ് പറയുന്നു, മുൻപടയായി ദൈവ സാന്നിധ്യം കടന്നു പോകും. എനിക്കും നിങ്ങൾക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി. അടുത്ത വചനം പറയുന്നു, താമ്രവാതിലുകളെ തകർത്ത്. അടുത്ത വചനം പറയുന്നു, ഇരുമ്പോടാമലിൽ ഖണ്ഡിച്ച് ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. രാത്രി അവൻ യേശുവിനെ സൗഖ്യമാക്കുന്നു. അവൻ നിങ്ങളുടെ രോഗത്താലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ അവൻ കർത്താവ് പറയുന്നു, ചിലരെ കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങളിൽ വിടുതൽ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ അടുത്ത് പറയുന്നു, ഉദരമണ്ഡലത്തിൽ വയറിനോട് ചേർന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന ചില രോഗബന്ധനങ്ങളുമായി ചില നാളുകളായി അവൻ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് കാണുന്നു. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി, യേശു നിന്നെ ഇന്ന് രാത്രി തൊടുന്ന രാത്രി. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ അനുഭവിക്കപ്പെടുന്നു. ഭാര്യഭർത്താക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ചില വിള്ളൽ അനുഭവിക്കപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. ദൈവം ചിലരെ രാത്രി തൊടാൻ പോകുക. അവൻ കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ. അവൻ പരിശുദ്ധാത്മാവ് പറയുന്നു, കാലുകൾ വേണ്ട രീതിയിൽ നടക്കുവാൻ സ്വാതന്ത്ര്യം അനുഭവിക്കപ്പെടാതെ സ്തോത്രം ചില ബലഹീനത പോലെ അനുഭവിക്കപ്പെടുന്ന ഒരു ജീവിതത്തെ യേശു ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന